ഇവൻ എയറിൽ അടിക്കുക ഇറങ്ങാത്തതില്ല. ഇവൻ എയറിൽ ഇങ്ങനെ പറന്ന് കളിച്ചത് ആരെന്ത് ചെയ്യും? നീ താഴെപ്പരെങ്കിലും വരുമല്ലോ, അപ്പൊ നിന്നെ തല്ലിക്കോളും. പറക്കോ കുട്ടി. യെസ് ഗൈസ്, യോ മോനെ, വെൽക്കം ബാക്ക് ടു NK Game RMC. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ അഡ്വഞ്ചർ ക്രാഫ്റ്റ് ആണ്. വേറൊന്നുമല്ല. അപ്പം നമുക്ക് തുടങ്ങാം, കളി തുടങ്ങാം. ആദ്യം പോയി കിടന്നുറങ്ങട്ടെ. ഇന്നലെ ആ ഫുള്ള് ഡയമണ്ട് ആർമർ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എവിടെയും പോയി തന്നു. അപ്പം നമുക്കിപ്പം വേണ്ടത് ഫുഡ് വേണം. പിന്നെ ഈ ഫുഡെല്ലാം ഒന്ന് കുക്കാക്കട്ടെ. നമുക്കിന്ന് നമ്മുടെ അടുത്തുള്ള മറ്റേ ഇതുണ്ടല്ലോ, എന്തായിരുന്നു ബുക്ക് എടുപ്പതിൻ്റെ ആവശ്യമില്ലാത്ത സാധനം ഫസ്റ്റ് എടുത്ത് വേണം. ഇനി ഇതൊന്നും ആവശ്യമില്ല, അതെല്ലാം എടുത്ത് വെച്ചേക്കാം. മാംഗനീസും ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ മറ്റേ ബുക്ക് കാണാനില്ല, ഗൈഡ് ബുക്ക്. ഗൈഡ് ബുക്കും പവറും, ഇത് രണ്ടും ആവശ്യമുള്ള സാധനം. ഇല്ലാണ്ട് കളി കണക്കൂട്ട്. എന്തോ നമ്മൾ മറക്കുന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്ക് എന്തോ ഒന്നും ഓർമ്മയില്ല. ഇത് നമ്മുടെ വേസ്റ്റോണ്, അതിൻ്റെ വല്ല ഇതും ഉണ്ടോ? റാപ്പ് സ്റ്റോൺ, വേസ്റ്റോൺ എന്തോ സാധനമാണ്. റാപ്പ് സ്റ്റോണിന് നമുക്ക് റാപ്പ് സ്ക്രോള് കിട്ടണം, അല്ലെങ്കിൽ റാപ്പ് സ്റ്റോൺ കിട്ടണം. ഇതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഇങ്ക്, പേപ്പർ ഒന്നും കിട്ടിയിട്ടില്ല. പേപ്പർ മെയിനായിട്ട് ഇന്നല്ല നമ്മൾ കുറച്ചൊക്കെ തപ്പിയതാണല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് അവിടെ പോയി അറ്റാക്ക് ചെയ്യാം. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമോ നോക്കാം. ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തീർത്തിട്ട് ഡീം അത്രമാത്രം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇന്നല്ലാണ്ട് വേറെ വലിയ എപ്പിസോഡൊന്നുമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും 100 ദിവസം കൊണ്ട് ഗെയിം അങ്ങ് തീർക്കണം, അതാണ് ഞാൻ നോക്കുന്നത്. ഇന്ന് 10ാമത്തെ ദിവസമല്ലേ. പെട്ടെന്ന് ആർമറും കാര്യമൊക്കെ കണ്ടുപിടിക്കണം, നല്ല നല്ല ആർമർ. ഇനി ഫുള്ള് ഡഞ്ചൻ എക്സ്പ്ലോറിങ് മാത്രം, ട്രാവലിങ്ങും ഡഞ്ചൻ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാനേ ഞാനൊരു കാര്യം ചെയ്യും. ഞാനൊന്ന് ക്രിയേറ്റീവ് എടുക്കുന്നുണ്ട്. ഒരു സാധനം ചെയ്യണം എനിക്ക് ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ. എവിടെ കുഴിക്കാം? ഇവിടെ കുഴിക്കാം. എന്നിട്ട് അതവിടെ പോയി, ആ ലീഫ് അവിടെ പോയി. എവിടെ 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 ലീഫ് കാണുന്നില്ലല്ലോ. അതിലായിരിക്കും ഉണ്ടാവുക. യെസ്, ഇതും സോൾ സാൻഡും പിന്നെ ഒരു വാട്ടർ ബക്കറ്റും. പോ താഴെ വരപ്പോ. ഓൾറെഡി ഇവിടെ കാണില്ല. ഭൂമിക്കടിയിൽ നമ്മളെത്തി. ഇവിടെ വെച്ച് നോക്കിയാവോ? ഇത് ഓക്കെ ആവും അല്ലേ? നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യണം. ഈ സാധനം ക്രിയേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് നല്ല പരിപാടി ഒന്നല്ല. അല്ലാണ്ട് വല്ലായിരുന്നെങ്കിലും ഓക്കെ. പിന്നെ ഇതാക്ക ക്രിയേറ്റീവ് കണ്ടുപിടിക്കുക എന്നിട്ട് ഇതാക്കുക എന്ന് വെച്ചാൽ ദാറ്റ്സ് നോട്ട് ഓക്കെ. അവിടെ അപ്പൊ സെറ്റായി. മുകളിലേക്ക്
മുകളിലേക്ക് പിന്നെ ഇഷ്ടം മാതിരി ഉണ്ട്. എന്നാലും ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. എൻ്റെ മറ്റേ അറൽ ക്രാഫ്റ്റിൽ ആദ്യം ഞാൻ ചെയ്തായിരുന്നത് മറ്റേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ആ മുകളിലത്തെ മൗണ്ടനിലെ ഞാൻ ചെറിയൊരു ടെമ്പററി ഹോം ഉണ്ടാക്കിയത്? അവിടെ ഞാൻ ഈ പരിപാടി ചെയ്തതാ. എന്തുകൊണ്ടും ഗുണമാണിത് സംഭവം. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് പോവാം. ആ വെള്ളം ഒഴിച്ച് 2 സ്ഥലം മാറി. നമുക്ക് താഴെ വരെ പോയിട്ട് ഈ സാധനവും വെച്ചിട്ട് നമുക്ക് അടിയിൽ സോൾ സാൻഡും വെക്കണം. എനിക്ക് ചെറിയൊരു പണി കിട്ടിക്കൊന്ന് ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ നോക്കിയിട്ടാൻ പറഞ്ഞുതരാം. അതിനപ്പത്തേക്ക് ഈ ഫുഡ് കൂടെ കൊണ്ടുപോയി വെച്ചിട്ട് വരും. ഫുഡില്ലായ ശരി, അതാ കണ്ടില്ല ഫുഡായത്. ഇനി സോൾസാൻ്റെ ഏറ്റവും അടി കൊണ്ടുവരണം. ഈ സെന്ററിൽ നിന്ന് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ കത്താം, വേറൊന്നും ചെയ്യാനില്ല. എല്ലാം സെറ്റല്ല, എല്ലാം സെറ്റാന്ന് തോന്നുന്നു. യെസ്, എല്ലാം സെറ്റാണ്. അപ്പൊ നമുക്ക് സോൾസ് ആൻഡ് വാട്ടർ ഇത് എല്ലാം കൊണ്ടുപോയിട്ട് കളയാം. യെസ്, ഇനി ക്രിയേറ്റീവ് മാറ്റട്ടെ. അതല്ലാണ്ട് ഉണ്ടാക്കാന്ന് വെച്ച ശ്വാസം മുട്ടി ചത്തു മനുഷ്യന്. അതുകൊണ്ടാണ്, അല്ലാണ്ട് റിസോഴ്സ് കണ്ടുപിടിക്കാൻ നല്ല പണി. മനുഷ്യൻ ചത്തു കൊടുത്തു. ഇനി ഇങ്ങോട്ട് കയറേണ്ട ആവശ്യം എന്താ? എല്ലാ സാധനം എൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ. നമുക്ക് വാട്ടർ ബക്കറ്റ് മാത്രം ഫസ്റ്റ് ആക്കാം. അഡ്വഞ്ചർ ബുക്ക് വേറെ ഒന്നുമില്ലല്ലോ എടുക്കാന്, എന്തെങ്കിലും ഉണ്ടാകും. നമുക്കിനി നമ്മുടെ ഈ ഡയമണ്ട് ആർമർ ഒന്ന് കൊണ്ടുപോയിട്ട് ഇതാകണം. അതേ ഉള്ളു ചെയ്യാന്. എന്നെ കൊല്ലു. നമ്മുടെ ഇതെവിടെയായിരുന്നു നമ്മളെ കണ്ട ഡഞ്ചൻ പോലത്തെ സാധനം? അങ്ങോട്ടേക്കല്ലേ? അങ്ങോട്ടേക്കപ്പോ നമുക്ക് പോയിട്ട് വരാം. ഞാനിപ്പോ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ ഗായ്സ്, ഞാൻ എത്തിയത് ഇപ്പുറത്തെ മൗണ്ടൻ്റെ പുറത്തായിരുന്നു. എനിക്ക് മാറിപ്പോയി സ്ഥലം. എന്തായാലും ഗോൾഡും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കുന്നുണ്ട്. ഇതങ്ങ് എടുക്കാം. ഇതും അങ്ങ് പൊട്ടിച്ചെടുത്താലോ നമുക്ക്? ഞാൻ ആലോചിക്കുന്നുണ്ട്. പൊട്ടിച്ചെടുക്കണം. എന്തായാലും നമ്മുടെ അടുത്ത് കുറേ ഉണ്ട്, 20ഓളം ഉണ്ട്. നമുക്ക് 3 എക്സ്ട്രാ അങ്ങ് എടുക്കാം, ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ബാക്കി എനിക്ക് വേണമെന്നില്ല, പിന്നെ ഭാവിയിലല്ല. എന്തായാലും ഈ വേൾഡിൽ വേറൊന്നും ട്രേഡ് അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാനും പോകുന്നില്ല. രാത്രി ആയൊരു ഷീപ്പും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക്. യെസ്, 2 കിട്ടി. അത് വൈറ്റ് കളർ. അപ്പൊ ഒരു ബെഡ് ഉണ്ടാക്കാം. മറന്ന സാധനം മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിള്. എന്തോ സാധനം മറന്നു എന്ന് വിചാരിച്ച കിടന്നു. ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുത്ത് കളയാം.
കാർത്രോ ഇതൊക്കെ ആവശ്യമുണ്ടോ സത്യം പറഞ്ഞാല്? വേണ്ട. ഫയർ പ്രൊട്ടക്ഷൻ പിക്കേക്സ് ഇരിക്കട്ടെ, എഫിഷ്യൻസി ഇത് ഇരിക്കട്ടെ, ഇതും ആവശ്യമില്ല. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുക്കാം, ഈ ഇത് എടുക്കാം. നമുക്കപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണ്ട. എനിക്ക് മല മാറിപ്പോയി കയറിയത്. ഞാൻ ഈ മലയിലെത്തിയിട്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് സ്ഥലം മാറി വെക്കലേന്ന്. അല്ലാണ്ട് എനിക്ക് കത്തിയില്ലായിരുന്നു. ഭാവിയിലേക്കുള്ള ഫുഡ്. വഴിയിൽ പോകുമ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നത് വലിയൊരു തെറ്റെല്ലാം തോന്നുന്നു. ഇവിടെ ഒരു ഡ്രാഗൺ സാധാരണ ഉണ്ടാവേണ്ടതല്ലേ? ഡ്രാഗൺ ഇല്ലേ ഇവിടെ? ഡ്രാഗൺ ഇല്ലാന്ന് തോന്നുന്നു. നമുക്കപ്പോൾ സ്നേക്ക് ചെയ്ത് കയറാനുള്ള സമയം ഉണ്ടോ? ഇല്ല, ഞാൻ കാണുന്നില്ല. അല്ല, ഡ്രാഗൺ അല്ല. ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന്. ഗോൾഡ് കോയിൻസ്. പിന്നെ ഇവിടെ കുറെ ഗോൾഡ് ഉണ്ട്, അതാണ് അങ്ങോട്ട് കേറാന്ന് വെച്ചേ. ഡ്രാഗൺ ഇതിനെയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിക്കുന്ന സാധനം. നേരെ തലയും കുത്തി താഴെ വന്നു. കേറ് 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 കേറ്. ഒപ്പം അവിടെ കുഴിയായിരിക്കുന്നു. ഇതിന്റെ അകത്ത് എഗ്ഗില്ല, ഇത് ഫേക്ക് ആണ്, ഫേക്ക്. എനക്ക് ഒന്ന് ഡ്രാഗൺ ഇവിടെ നിന്ന് മാറിക്കാൻ തോന്നുന്നു. അതാണ് സംഭവം. ഇത് ഡ്രാഗൺ നെസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഗ്രാസ് ഇത്ര ഇങ്ങനത്തെ കളർ. ഫയർ ഡ്രാഗൺ അല്ലേ? എൻ്റെ അവസ്ഥ ദയനീയമാണ്. യെസ്, ഇത് തന്നെ, ഈ മല തന്നെ. ഇതാ മല. കാരണം ഈ ചീസ് വാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് മസ്റ്റ് ബിഗിലേ. എൻ്റെ അകത്തും കുറച്ച് ഫുഡുണ്ട്. ഇതല്ലാണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. ഇപ്പൊ പാർട്സ് ആയിട്ട് പൊട്ടിക്കാം. എന്തായാലും ലൂട്ട് ചെയ്യാനാണല്ലോ നമ്മൾ വന്നത്, അപ്പൊ ഫുൾ ലൂട്ട് അങ്ങ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെയാണോ എന്തോ. ഓണിയൻസും ഉണ്ട്, ബീഫ് ഫ്രൈഡ്സും ഉണ്ട്. ബീട്രൂട്ട് ആവശ്യമില്ല, മാംഗനീസ് ഇതും നമുക്ക് വലിയ ആവശ്യമില്ല. ബ്ലാക്ക് ഹോൾ ആവശ്യമില്ല, വൈറ്റ് ഹോൾ ആവശ്യമില്ല. നമുക്കെന്നാ പോവാം. നമ്മൾ ജസ്റ്റ് അപ്പം അവിടെ ഒന്ന് എത്തിയിട്ട് നിങ്ങൾ ഇതാക്കാം. ഓക്കെ, വെറുതെ ലാഗ് ആക്കിക്കുന്നില്ല ഞാൻ വീഡിയോ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ വലിയ ഇതൊന്നല്ല. കാരണം ഈ സംസാരവും ഇതും എല്ലാം കൊണ്ട് വളരെ ലാഗ് കാണും. അപ്പം വലിയതായിട്ട് ലാഗ് ആക്കാൻ നിൽക്കുന്നില്ല. നേരെ ഇനി ഫൈറ്റിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, എനിക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റി. ഞാനിപ്പോൾ അവസാനം എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. നമുക്കിവിടെ നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അത് സെറ്റാക്കി ഇനി നമുക്ക് ഫൈറ്റിലേക്ക് കിടക്കാം. ആദ്യം ഈ ടവറിൻ്റെ മണ്ടയ്ക്ക് എന്താ ഉള്ളത് നോക്കാം. പോടാ 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 പോടാ. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? കോള് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ആവശ്യമുണ്ട്.
ആഹാ അമ്മീ. ഓ വെറുതെ അല്ല, എൻചാൻഡഡ് അവന്റെ കയ്യിൽ ഇരിക്കുന്ന സോഡ് ഉണ്ടായിരുന്നെ. എന്താണ് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ? ഇവിടെ എന്തായാലും നമുക്ക് എന്തെങ്കിലും വെച്ച് കയറും. ആക്സും കൊണ്ട് താൻ ആദ്യമായിട്ടായിരിക്കും ഓർമ്മ. ഡയമണ്ട് വാവ്. സ്ക്രാബ് കോപ്പറും സാധനമൊക്കെ നിനക്ക് വലിയ ആവശ്യമൊന്നും ഇല്ല. ഞാൻ എടുത്തേക്ക് എന്തായാലും. കൊറേ സാധനങ്ങളുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് കയറണം. നമുക്ക് ഓ ജസ്റ്റ് മിസ്. എൻട്രൻസ് എവിടെയാണ്? ആ എൻട്രൻസ് ഒന്നും നോക്കണ്ട. പോടാ. എന്താ 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 ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല, മരം മാത്രമേ ഉള്ളൂ. ചെസ്റ്റില് യോ പവർ. അമ്മേ ആഹാ. എന്താടാ എന്താ നീയൊക്കെ ആരാന്നാ വിചാരം? നിന്റെയൊക്കെ മര്യാദക്ക് ലൂട്ട് ചെയ്യാൻ സമ്മതിക്കൂല നീ ഒന്ന്. നമുക്ക് ഇത് ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. സോണ്ടിരിക്കട്ടോ. ഇതും ഭയങ്കര പവർഫുൾ ആട്ടാ. ഇവൻ ഒരു പ്രാവശ്യം എന്നെ അടിച്ചതാ, പകുതി ജീവനാ പോയി അവന്മാരുടെ കയ്യിൽ നിന്ന്. ആർമർ ഇല്ലാണ്ട്, ആർമറോടെ എനിക്ക് അറിഞ്ഞൂടെ എന്താ അവസ്ഥ എന്ന്. ഇവിടെ സ്പോണേഴ്സ് എല്ലാം തോന്നുന്നു, അല്ലാണ്ട് ഇവന്മാര് റാൻഡായിട്ട് സ്പോൺ ആവുന്ന തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ. ഓ ചീസ് ചീസ്. അങ്ങനെ ചീസ് കിട്ടി. എനിക്ക് എന്താ ആവശ്യമില്ലാത്ത സാധനങ്ങളും കൊണ്ട് പറഞ്ഞിട്ട്. അതാണ് പ്രശ്നം, ഈ ലൂട്ടിങ്ങിന് ബാഗ് ഇല്ലാത്ത ബോർഡും കൊണ്ട് വന്നാല്. ആപ്പിള് വേണം. ആപ്പിള് വേണം. ഗോൾഡൻ ആപ്പിൾ ഭാവിയിൽ ഉണ്ടാക്കണമെങ്കിൽ വേണം. പിന്നെ ഞാൻ ഗോൾഡ് എന്തിനെടുക്കുന്നത്? ഇതിനകത്ത് എന്താ ഉള്ളത്? എസ്പെഷ്യലി ഒന്നും ഇല്ല. ആപ്പിളല്ല. അമ്മമാരെല്ലാം ചത്ത. ഞാൻ ആരും അതിന് കൊന്നിക്കില്ലല്ലോ മര്യാദക്ക്. ആർക്കറിയാം? ആപ്പിള് ഗോൾഡ് സ്പെൽട്ടാ എന്ത് സാധനം? എന്തായാലും അത് എടുത്തു നോക്ക്. 20 arrows. ആരോ പുറത്ത് കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇവന്മാരല്ലാണ്ട് സ്പോണാ വന്നേ. സ്പോണറും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സ്പോണർ ഉണ്ടെങ്കിൽ പണിയാണ് ഇവന്മാരെ കൊല്ലാന്. എത്ര എണ്ണ സ്പോണാവുക? 1-2 അല്ലല്ലോ. ആരോ നമുക്ക് ഇതങ്ങ് മൈൻഡ് ചെയ്തോണ്ട് പോവാ. ഞാൻ ഇവിടെ മറ്റേ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. എന്തുവെന്നറിയാമോ? നമുക്ക് ഇതാദ്യം മര്യാദയ്ക്ക് നിൽക്കാം. അതും അതിലും നല്ലത്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണല്ലോ ഗായ്സ്. ക്രാഫ്റ്റിംഗ് ഡേ ഉള്ള അവിടെ കിടക്കട്ടെ. ചെന്തോ ഓപ്പൺ ആവുകയാണോ? അയണ് മരം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പോലെ വലിയ ലൂട്ടും കാര്യമൊന്നും ഇല്ല
ക്യാമ്പ്. ഇത് വലിയ ക്യാമ്പൊന്നുമല്ല, ഇത് കോപ്പാ. നാമോ എന്റെ പേരാ ക്യാമ്പ്. ഇവിടെ ഞാൻ ഇന്നലെ ഇവന്മാരെയും കൊണ്ടൊക്കെ ചത്ത് കിടന്നുറങ്ങാം. കൂടാ എല്ലാരും വരുന്ന മുമ്പ് അങ്ങ് ഉറങ്ങിയാ മതി. ഏക്കവിടെ കത്തിച്ചാവും. പടാ 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 വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വെച്ചിട്ടാവും. ചാവ് ചാവ് ചാവ്. ഹോ അല്ലേ ശരി, അതാരാളി പഠിച്ചോ. ഇത് നമുക്ക് അല്ലെങ്കിൽ അയൺസോഡ് 2 1 പോരെ. അതെവിടുത്താണ് ആർക്കറിയാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ ടെലിപ്പോർട്ടിംഗ് സിസ്റ്റം നാം വെച്ച്, പക്ഷെ കോർഡിനേറ്റ്സ് നിലനിർത്തിക്കില്ല. എന്തൊരു മണ്ടനല്ലേ. ഞാൻ എന്നെ തന്നെ ഒന്നും പറയാനില്ല. എന്തായാലും ഫുഡുണ്ട് വീട്ടിലേക്ക് പോകുമ്പോ. ഇവന്മാരൊന്നും വലിയ പവർഫുൾ അല്ല ഈ മോബുകാരൊന്നും. അതാണ് പിന്നെ വലിയ ടാസ്ക് ഇല്ലാത്ത ഇവന്മാർ തട്ടാനും. മറ്റേ ഹാർഡ് മോബാണെങ്കിൽ തട്ടാൻ നല്ല പാടാ. അങ്ങനത്തെ കുറെ വരുന്നുണ്ട്. മറ്റൊരു എൻചാൻറ്റിങ് ടവർ പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അകത്തുള്ളതിനൊക്കെ കൊല്ലാന്ന് വെച്ചാ ഇംപോസിബിൾ ആണ് ആർമറില്ലാണ്ട്. അതും അയൺ ആർമറും കൊണ്ട് തന്നെ. എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതാണ് കോർഡിനേറ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ കേൾക്കുന്നത് കോർഡിനേറ്റ് ചെയ്താണ്ട് സ്വാഹ. പിന്നെ ഏത് പാതാളത്തെത്തുമെന്ന് ദൈവങ്ങൾക്ക് മാത്രം അറിയാം. ഞാനൊന്ന് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അയ്യോ, ഞാനങ്ങനെ വീട്ടിനടുത്ത് എത്തി. ഇനി ആ കോർഡിനേറ്റ്സ് തന്നെ എഴുതിയെടുക്കണം. 1 സെക്കൻഡ്. കറക്റ്റ് കോർഡിനേറ്റ്സ് എവിടെയായിരുന്നു? അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പറ്റുമല്ലോ. 456 408. ഓക്കെ, നമുക്ക് ഈ സാധനം എല്ലാം ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാം. അപ്പൊ നാം സാധനം കൊണ്ടുപോയി വെച്ചിട്ട് കാണാം. അപ്പൊ ഞാന് സാധനം എല്ലാം ക്ലിയർ ആക്കി വെച്ചു. അപ്പൊ നമുക്കിനി ട്രാവലിങ് തുടങ്ങാം. വല്ലൊന്നാം കണ്ടാല് ഞാൻ പറയാം. ഓക്കെ, നാം വല്ലതും കാണുവാണെങ്കിൽ പറയാം. ഒരു വില്ലേജർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് നോക്കാം എന്തോ സംഭവം.
ഇതുപോലെ ഡഞ്ചൻ പോലത്തെ വല്ല സാധനമാണോ? അല്ല, ഇത് ഞാൻ കുഴിച്ച കുഴി തന്നെ. ഇവിടെ നിന്ന് എന്തായാലും ഞങ്ങൾക്ക് കിട്ടേണ്ട ഫുള്ള് ഡയമണ്ട് കിട്ടി. അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല എനിക്ക്. ഞാൻ ചോദിച്ചാൽ ലൈറ്റ് എല്ലാം കണ്ടപ്പോ ഒരു ഡഞ്ചൻ ഉണ്ട്, അങ്ങനെ അതായിരിക്കും. എന്റെ അയൺകുളവേ, നീ എന്തിനാണ് ഇങ്ങനെ കൂട്ടി കിടക്കുന്നേ? ഇറങ്ങി വരൂ. കോശം കിട്ടി. ഭാവിയിൽ നമുക്ക് ആവശ്യം വരും. ഭാവിയിലത്തേക്ക് എന്താടാ ഇതിന് എൻട്രൻസ് ഇല്ലാത്ത? എൻട്രൻസ് നോക്കിട്ട് എൻട്രൻസ് കാണുന്നില്ല. ഓ, ടൈമിങ്ങിന്റെ പ്രശ്നം. എന്റെ ജീവൻ എന്തെങ്കിലും പെട്ടെന്ന് ഓടി. നീയൊക്കെ അവിടെ കടന്ന് ചാടി ചാടി യെസ്, അങ്ങനെ തന്നെ ചെയ്യാൻ കോണം. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഒരു കാര്യം ഇല്ലാണ്ട് നീ ചത്തിക്കില്ലേ? അപ്പോ എന്തായാലും ഒരു കാര്യം ഇല്ലാന്ന് മനസ്സിലായി നമുക്ക്. എന്തായാലും ഈ മരം മാത്രം കയ്യിൽ വെച്ചേക്കാം. നമുക്ക് ഇവിടെ മുകളിൽ നിന്നിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? നിലവിലൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് താഴത്തേക്ക് ചാടാം. എന്റെ എയിം അസിസ്റ്റന്റ് ഡോക്ടർ സിസ്റ്റം പറ്റിക്കുന്നു. നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്താൽ വല്ലതും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 സെക്കൻഡ്, അത്രേ ഉള്ളൂ. 2 സെക്കൻഡ് ആവശ്യമുള്ളൂ. അല്ല ഗൈസ്, ജസ്റ്റ് ഇതിൽ ഡ്രാഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രാഗനെ ഒന്ന് കൊല്ലാൻ നോക്കിയാലോ? ഞാൻ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് നമുക്ക് നോക്കാം. ബെഡ് ഞാൻ കേട്ടാ, ഞാൻ ബെഡ് എടുത്തേക്കില്ല. ബെഡ് എൻ്റെ വീട്ടിലായിപ്പോയി. ഇതാണ് എൻ്റെ പ്രശ്നം. നമുക്കൊന്ന് കളിച്ചു നോക്കിയല്ലോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ. ജസ്റ്റ് ആൻഡ് വെയിറ്റ്. റീസ്പോൺ സെറ്റ്. നമുക്ക് അടിച്ചു നോക്കാം, ഡ്രാഗൺ ചാവുകയോ ഇല്ലയോ എന്ന്. ഡ്രാഗ ഓടാ, ഇറങ്ങി ഇങ്ങോട്ട് വാടാ, ഓടാ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. അമ്മ, ഇവനെന്താണ് ഇത്രയും ദേഷ്യോ? അയ്യോ, ദേ പിടിച്ചു. ആ, 2 ബുള്ളറ്റ്. അവൻ 2 ബുള്ളറ്റ് ആവശ്യമുള്ളൂ ഇപ്പം മനസ്സിലായിരിക്കുന്നു ഗൈസ്. നമുക്ക് ക്രോസ് ബോ ഉണ്ടല്ലോ, ക്രോസ് ബോ അവിടെ നിന്ന് ബുള്ളറ്റ് എടുക്കേണ്ടതായിരുന്നു. നമ്മുടെ കയ്യിൽ വാട്ടർ ബക്കറ്റ് എപ്പോഴും വേണം. ഡ്രാഗ, നീ കാണുന്നുണ്ടോ എന്നെ? അമ്പോ, നിനക്ക് എന്നെ ഒരു ചൊക്ക്. അമ്മ, ചൊക്ക് വച്ചി നമുക്ക് തീ പിടിച്ച്. നീ വാ ഇങ്ങോട്ട്, താഴെ വേടാ ധൈര്യത്തേക്ക്. ഇവൻ എയറിലിങ്ങനെ പറന്ന് കളിച്ചത് ആരെന്ത് ചെയ്യും? നീ താഴെ എപ്പോഴെങ്കിലും വരുമല്ലോ, അപ്പം നിന്നെ തല്ലിക്കോളും. അപ്പം നമുക്ക് കുറച്ച് സ്പോട്ടുകൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ഫൈറ്റ് ഇന്നൊന്നും തീരൂല എന്ന് മനസ്സിലായിരിക്കുന്നു നമുക്ക്. വാ നീ ഇങ്ങോട്ട്, നീ വാ. മഴ പെയ്യുന്നോണ്ട് എനക്ക് ഗുണം തന്നെയാടാ, ഗുണം തന്നെയാടാ. നിനക്ക് എനക്ക് ഗുണമാണ്, പക്ഷെ അവനെ കൊല്ലാൻ പറ്റുന്ന ഗുണം എനക്കില്ല എന്തായാലും.
നിന്റെ ബുള്ളറ്റ് താൻ ഒഴിക്കാൻ പഠിച്ചടാ. ഇത് വേറെ ആരടിക്കുന്ന അതിന്റെ ഇടയ്ക്ക്? ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. താനില്ല, താൻ രാവിലെ കളിക്കും, നൈറ്റിലില്ല. ബാക്കി സോംബീസ് കളിക്കണം എന്നെ തല്ലാൻ വേണ്ടി. പിന്നെ ഞാൻ ഇന്ന് കൊല്ലും. അമ്മേ, ഇതുകൊണ്ട് പറത്തുന്നല്ലേ. അതന്നെ എയറോപ്ലെയിൻ പറത്തുന്ന പോലെ പറത്തി കളിക്കുന്നു ഇവിടെ കൂടെ. ആ, അതൊക്കെ കള്ളക്കളിയാ. യോ, അങ്ങനെ നമ്മൾ കൊന്നിരിക്കുന്നു ഗായ്സ്. ഫൈനലി നമുക്ക് അങ്ങനെ ഒരു ഡ്രാഗൺ കുട്ടീനെയും കിട്ടും. എന്താ കോയിൻസ്? ഡ്രാഗൺ കുട്ടീന്റെ മുകളിലാണോ ഉണ്ടാവുക? എനിക്ക് അറിഞ്ഞൂടാ. യെസ്, ഇതിന്റെ മുകളിൽ തന്നെ. ആദ്യം നമുക്ക് ഡയമണ്ട് എല്ലാം എടുക്കാം, എന്നിട്ട് നമുക്ക് ഈ ഡ്രാഗനെ കുറിച്ചൊന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഇതാക്കാം. അഡ്വഞ്ചർ ക്രാഫ്റ്റ് സ്വിച്ച് മാറിപ്പോയി. എൻറ്റിറ്റീസ് ബോസ് അല്ല, ബിയർ. ഇത് എവിടെ പോയി? ഡ്രാഗൺ അവിടെ പോയി. ഡ്രാഗൺ ഇല്ല. യെസ്, ഡ്രാഗൺ ഉണ്ട്. സ്കെയില് നമുക്ക് ഒന്ന് കൂട്ടാം, ഇത് വായിക്കാൻ പറ്റുന്ന രീതിക്ക് കൂട്ടാം. പ്ലെയിൻ വേറിയനാണ്. പ്ലെയിൻ വേറിയൻ അത് ആർക്കറിയാം. ബിഹേവിയർ ഈസ് പ്ലെയിൻ വേരിയൻസ് ആർ ഹോസ്റ്റൈൽ ആൻഡ് ഫ്രണ്ട്സ്. Partial protection their nest and egg by latching fireballs at any threat. Taming. While wild, variants cannot be tamed, players can tame one after it hatches from its egg, which must be placed on a fire or campfire. Feeding it its favorite food increases the chance of successful tame. Adults can be ride with a saddle equipped with dragon armor and breathe fire using the punch action, javelin and fade to grow fast. അപ്പൊ ഇതിനെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. ടൈം ചെയ്യേണ്ട, പക്ഷെ ഇതിന്റെ മുട്ട നമുക്ക് വളർത്തിയിട്ട് ആ മുട്ട പൊട്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം എന്താ, മീറ്റ് ഏതെങ്കിലും കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പൊ മീറ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇതിനെ ഇതാക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മീറ്റ് കൊടുക്കാം. മീറ്റ് കൊടുത്തിട്ട് ഇതിനെ വളർത്താം. എത്ര സമയമൊന്നും കാണിക്കുന്നില്ല ഇതില്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്കപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത് മാത്രമായിട്ട് മാറ്റിയേക്കാം. അപ്പം സ്പേസ് കുറക്കട്ടെ. 110. അപ്പൊ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കണം. ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ വുഡ് എന്തായാലും ആവശ്യമുണ്ട്. ഇവിടുന്ന് തന്നെ അങ്ങ് വുഡ് അങ്ങ് എടുത്തിട്ട് പോവാം. ഇവിടെ എന്തായാലും വുഡ് ഇനി വേസ്റ്റാ. ഡ്രാഗണും ചത്ത് എഗ്ഗ് എന്നാലും എടുത്ത്. പിന്നെ എന്തായാലും ഇവിടെ വുഡ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതല്ല. ഞാൻ പറയാൻ വന്ന് ഡ്രാഗൻ എങ്ങനെ ഹണ്ട് ചെയ്തു. ഈ ഗോൾഡ് കോയിൻസും കൊണ്ട് എന്താ കാര്യം എന്ന് എനിക്ക് വലിയതായിട്ട് അറിഞ്ഞൂടെ. എനിക്ക് ഒന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ട്രേഡേഴ്സിന്റെ കൂടെ? കറക്റ്റ് അതിനെ കുറിച്ച് വലിയൊരു അറിവ്. അപ്പൊ നമുക്ക് TP ചെയ്യാം. ഓക്കെ, നമ്മൾ അത്രയും ഹൈറ്റ് ആയിരുന്നല്ലേ. അപ്പൊ ഹാച്ചിങ് നമുക്ക് പുറത്ത് തന്നെ വെച്ച് ചെയ്താൽ ബെറ്റർ.
ആദ്യം ക്യാമ്പ് ഫയർ ഉണ്ടാക്കി തരാം. എവിടെ പോയി കോള് വേണം. കോള് മരക്കഷ്ണം എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടൊന്ന് സ്റ്റിക്കും വേണം. ഞാൻ ക്യാമ്പ് ഫയർ അങ്ങനെ ഉണ്ടാക്കലില്ല, അതുകൊണ്ട് വലിയ എനിക്ക് ഐഡിയ ഇല്ല. ഇതവിടെ പോയി സ്റ്റിക്ക് ഇതാ കിടക്കുന്നു. നമുക്ക് ഇവിടെ വെക്കാം ഹാച്ചിങ്ങിന്. ഒന്നേ സ്ഥലം ക്ലീൻ ആക്കണം. യെസ്. നമുക്കപ്പോൾ ഇവിടെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ആ ഡ്രാഗൺ ഇതാക്കാം. ഇതൊക്കെ പോ ഡയറക്റ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് ഈ സാധനമൊന്നും ആവശ്യമില്ല. ഡ്രാഗൻ്റെ മുട്ട എവിടെ? മുട്ട വരും. ഇതിൻ്റെ പുറത്ത് വെച്ച് നോക്കാം നമുക്ക്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയതാ? What the hell? ഗ്ലിച്ചാണ് ഗൈസ്, ഗ്ലിച്ച്. ഇതിന് ടൈമർ കാണിക്കുന്നുണ്ടല്ലോ. ഈ ടൈമർ ഫുള്ളാകുമ്പോഴത്തേക്കാകുമെന്ന് തോന്നുന്നു. നമുക്കങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്കൊരു സാഡിൽ ഉണ്ടാക്കാം. സാഡിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. എല്ലാ സാധനവും ഗ്ലിച്ചാകുമെന്ന് അതാ കടക്കല്ലേ. സാഡിലുണ്ടാക്കാൻ എന്താ വേണ്ടേ? ഒരു അയണിങ് കെറ്റും കൂടെ മാത്രം മതി. അതെൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം മാതിരി ഉണ്ട്. അല്ലെങ്കിൽ സ്മെൽറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതും സെറ്റായി. അപ്പം ഇനി ബാക്കി സാധനം എല്ലാം എടുത്തങ്ങ് വെക്കാം. അയ്യോ നമുക്കപ്പം ഇനി വെയിറ്റ് ചെയ്ത് തന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതങ്ങ് ഹാച്ച് ആവട്ടെ. എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയിരിക്കും ഹാച്ചിങ് ടൈം. വീറ്റൊന്നും ഞാൻ കയ്യിലെടുത്തിട്ടില്ല. വീറ്റെല്ലാം എടുത്തിട്ട് വരുന്നു. ഇനി അത് മുട്ട ഹാച്ചായിട്ട് നമുക്ക് കാണാം.
ഹലോ ഗൈസ് ഞാൻ എത്തി. ഞാൻ മുട്ട പൊട്ടിയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഓണാക്കിയിട്ടിട്ട് പോയതാണ്. ഞാൻ ഇപ്പൊ എന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന അപ്പൊ സൗണ്ട് കേട്ടിട്ട് വന്നത്. ടൈമാവ്. യെസ് ടൈമായി. നമുക്കിനി ഇതിനെ വലുതാക്കാം. ഭക്ഷണേക്ക് വലുതാ. ഫുള്ളായിട്ട് വലുതായിട്ട് വേണം ഇതാക്കാൻ. ഫുള്ളായിട്ട് വലുതാവും. യെസ് ഫുള്ളായിട്ട് വലുതായെന്ന് തോന്നുന്നു. ഇല്ല, ഫുള്ളായിട്ട് വലുതായിക്കില്ല. ഇതെത്ര വലുതാവും? യെസ്, കുട്ടി വലിയ ഡ്രാഗനായി. നമുക്കപ്പം അതിനെ സാൻഡിലിട്ടിട്ട് നോക്കല്ലോ എന്താന്ന്. ഇതൊക്കെ ഹെൽത്ത് പറക്കോ കുട്ടി. യെസ് ഗൈസ്, അയ്യോ മോനെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇത് മറ്റേ സ്വൈപ്പില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് വെച്ചാക്കുന്നത്. അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മുകളിലേക്ക് താഴത്തേക്ക്. നമുക്ക് പഞ്ച് ചെയ്ത് നോക്കാലോ. ഓ, ഡാമേജ് ഒന്നും കിട്ടില്ലല്ലേ? ഡാമേജ് ഒന്നും ഏക്കത്തില്ല. നമുക്ക് ആ ഗോളത്തെ കൊല്ലാം. ചെറിയൊരു പൊട്ടത്തിന് കളിച്ചതാ, ഇത്രേ ഉള്ളൂ. സ്പേസ് അങ്ങനെ കിട്ടി അറിയാണ്ട്. എന്നെ നോക്കണ്ട, എന്നെ നാക്കില്ല. ഡ്രാഗൺ കുട്ടി ഇതാ വരുന്നു. ഞാൻ ഡ്രാഗൺ കളഞ്ഞു വയ്ക്കുന്ന വേറെ മുട്ടയിട്ട് ഇനി ഉണ്ടാക്കാൻ കഴിയല്ലേ. ഞാൻ ഡ്രാഗനെ വേണ്ടാന്ന് നോക്കൂ. ഡ്രാഗൻ എന്താ കാണാത്ത? ഡ്രാഗൺ മറ്റേ പട്ടിയെ പോലെ തന്നെ. ഓ, ഇങ്ങനെ പറപ്പിക്കണം അല്ലേ? ഇവിടെ പോയി ഗോളം ചത്ത ഇല്ലല്ലോ. ഒന്നും കൂടെ വരും. എന്താ ഇവൻ ചാവാത്ത? ഇവൻ എന്നെ അടിച്ചപ്പോ 2 വെടി അയച്ചുള്ളായിരുന്നു. ഗോളത്തിന് പറഞ്ഞല്ലേ അത്രയും വെടി വേണമല്ലേ? ഗോളം ഡെഡ് ബോഡി ആയി. ഇവന്മാരെ കൊന്നോക്കാം. ഇൻസ്റ്റന്റ് ഡെഡ് ആയിരിക്കുമല്ലോ. യെസ്, ഡെഡ് ബോഡീസ്. ഓം ചാവൂ. നല്ല സുഖമുണ്ട് ഇനിയും കൊണ്ട് വെടിയേറ്റ് കളിക്കാനും. സുഖത്തിലെല്ലാം എണ്ണം ചാകുന്നുണ്ട്. സോംബി, നിങ്ങളെങ്ങോട്ടാണ്? മീനെ കമ്പ് കൊണ്ട് ആശാനെ അവന്മാരെ തീർത്തി കൊടുക്കാം. ചത്തല്ലോ. യെസ്, നമുക്കപ്പോ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്
ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ. ഞാനങ്ങ് ആകാശം വരെ പോകും ഇതും കൊണ്ട്. അപ്പം ടാറ്റ ബൈ ബൈ.